गुणाश्च जीवनिवः विश्वं च कार्यं विभो चिल्लीलारतिमेयुषि त्वयि तदा निर्लीनता माययो तेषां नैव वदन्त्य सत्त्वमयि भो शक्त्यात्मना तिष्ठताम् नो चेत् किं गगनप्रसून सदृशां भूयो भवेत् सम्भव कालकर्मगुणाश्च जीवनिवः विश्वं च कार्यं विभो चिल्लीलारतिमेयुषि त्वयि तदा निर्लीनता माययो तेषां नैव वदन्त्य सत्त्वमयि भो शक्त्यात्मना तिष्ठताम् नो चेत् किं गगनप्रसून सदृशां भूयो भवेत् सम्भव കാലകർമ്മഗുണാശ്ച വിരാട് രൂപം ഭഗവാന്റെ സ്വരൂപം, ആ സ്വരൂപത്തിൽ നിന്നും ഉണ്ടായ പ്രകൃതി, ഇതാണ് നാരായണീയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാവം. ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് നാരായണീയം. ഇതാ ഭഗവാനിൽ നിന്ന്, യഥാർത്ഥത്തിലുള്ള ഉണ്മയിൽ നിന്ന് മിഥ്യാപ്രപഞ്ചം എന്ന് പറയപ്പെടുന്ന ഈ പ്രകൃതിയുടെ ഓരോന്നോരോന്നായി വരുന്നതിനെപ്പറ്റി പറയണത്. കാല കർമ്മ ഗുണാശ്ച, കാലം, കർമ്മം, ഗുണങ്ങൾ എന്നിവയാണ് ഉണ്ടായി വന്ന വസ്തുക്കളുടെ ആദ്യഭാവം. അതിനുവേണ്ടി, അത് വ്യക്തമാക്കാൻ വേണ്ടി അഭാവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ആ അഭാവം എങ്ങനെ ഭാവമായി മാറുന്നു, അതാണ് ഭട്ടതിരിപ്പാട് വിശദീകരിക്കുന്നത്. കാലകർമ്മഗുണാശ്ച, ഹേ ഭഗവാനെ, വിഭോ, കാലം, കർമ്മം, ഗുണങ്ങൾ എന്നിവ എല്ലാം തന്നെ ചില്ലീലാരതിമേയുഷിത്വയി നിർലീനതാം ആയയുഹു. ചില്ലീല എന്നാണ് ഭഗവാന്റെ ഈ സൃഷ്ടിക്ക് സാങ്കേതികമായിട്ട് പറയുന്ന പേര്. ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ലീല, ചിത് ലീല രതിമേയുഷി ത്വയി വിഭോ നിർലീനതാമായയുഹു. ചില്ലീലയ്ക്ക് മനോഹരമായ രണ്ട് തരം അർത്ഥം ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുന്നുണ്ട്. ചില്ലി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് ഭഗവാന്റെ പുരികക്കൊടിയാണ്. ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനമനുസരിച്ചാണത്രേ ചില്ലീലാരതിമേയുഷി ത്വയി വിഭോ നിർലീനതാമായയു. ഭഗവാനിൽ നിന്നും ഉണ്ടായ വസ്തുക്കൾ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ വന്നത്. സാക്ഷാൽ എഴുത്തച്ഛൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഉലകു സൃഷ്ടിച്ചും ഭരിച്ചും സംഹരിച്ചിളകുന്ന ചില്ലിയുഗള ഭംഗിയും. ആ ചില്ലിയുഗള ഭംഗിയുടെ ശബ്ദഭാവം ഇവിടെ ചില്ലീലാരതിമേയുഷി ത്വയി വിഭോ നിർലീനതാമായയു എന്ന വാക്കിലൂടെ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില്ലീല, ചിത്താകുന്ന ഭഗവാന്റെ ലീല, ഭഗവാനിൽ ലീനമായി കിടന്ന വസ്തുക്കൾ, ലയിച്ചു കിടന്ന വസ്തുക്കൾ പുറത്തേക്ക് വരുന്ന അത്ഭുതം, അതാണ് ഓരോന്നായിട്ട് ഇവിടെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടർത്ഥത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. പുരികക്കൊടി കൊണ്ട് ആ ഭഗവാൻ നിർദ്ദേശം നൽകി, അത് കാലം, കർമ്മം, ഗുണം എന്നീ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു. അതിന് ഭഗവാനിൽ ലയിച്ചു കിടന്ന വസ്തുക്കൾ ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവയ്ക്ക് അഭാവം പറയാൻ പറ്റില്ല എന്നാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇല്ലായ്മ, അതിൽ നിന്ന് ഉണ്മ ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ, ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ രതിമേയുഷിത്വയി, അവിടുത്തെയിൽ ലയിച്ച് കിടന്നിരുന്നു. നിർലീനതാമായയുഹു, നിർലീനമായി കിടന്ന വസ്തു ചില്ലീലതകളുടെ ചലനം കൊണ്ട് ചില്ലീലയായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ്.
അതാണ് ചില്ലീല ശബ്ദത്തിൻ്റെ ഈ പ്രത്യേക സന്ദർഭത്തിലുള്ള മാധുര്യം. ശക്തിയാത്മനാതിഷ്ഠതാം, ശക്തി സ്വരൂപത്തിൽ ഭഗവാനിൽ നിന്ന ആ ചൈതന്യങ്ങൾ ഓരോന്നോരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നതിനെ വർണ്ണിക്കുന്നു. ഐഭോ ശക്തി ആത്മനാതിഷ്ഠതാം തേഷാം അസത്വം നോചേൽ കിങ് ഗഗനപ്രസൂന സദൃശാം. ആകാശപുഷ്പം പോലെ, ഗഗനപ്രസൂനം പോലെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ ഉണ്ടാവില്ല എന്ന് കാണിച്ചു തരികയാണ്. ആകാശകുസുമം എന്നുള്ളത് ഇല്ലാത്ത ഒരു വസ്തുവാണ്. ആ ആകാശകുസുമം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരഭാവം, ഇല്ലായ്മ ഉണ്ടായി എന്നേ പറയാൻ പറ്റൂ. നേരെ മറിച്ച് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന വാദമനുസരിച്ച് ബ്രഹ്മമാകുന്ന സത്യസ്വരൂപനിൽ നിന്നും ഈ പ്രപഞ്ചം ഇല്ലായ്മയല്ലാതെ ഉണ്മയായിട്ട് രൂപം കൊണ്ടുവന്ന പ്രത്യേകതയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അസത്വത്തെ അംഗീകരിച്ചാൽ അത് ആകാശകുസുമം പോലെ മിഥ്യ എന്ന് പറയേണ്ടി വരും. അതിനു പകരം ചില്ലീല എന്ന വാക്കുപയോഗിച്ച് ഭഗവാൻ ചിദാനന്ദ സ്വരൂപൻ തന്നിൽ ലയിച്ചു കിടന്ന വസ്തുക്കളെ പുറത്തേക്ക് നമുക്ക് കാണുന്ന രൂപത്തിൽ, നമുക്ക് കാണാവുന്ന രൂപത്തിൽ, നമുക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ പ്രകടിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പൂർണ്ണമായി പറഞ്ഞു തരുന്നത്.